കള്ള് ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ കള്ള് ഷാപ്പിലെ കറികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാനായാലും ഷാപ്പിലെ കറികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃപ്പേക്കുളം ഷാപ്പാണ്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള തൃപ്പേക്കുളം ഷാപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. തൃശ്ശൂർ ജില്ലയിലെ തുമ്പൂരുള്ള തൃപ്പൈക്കുളം ഷാപ്പാണ് ഇപ്പം ഈ കാണുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയാലും നമ്മൾ അകത്തി എന്ന് നോക്കിയാലും ഒരിക്കലും ഒരു കള്ള് ഷാപ്പ് എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഈ ഷാപ്പ് നിൽക്കുന്നത്. തൃപ്പൈക്കുളം പാലസ് എന്ന് പേരിട്ടിട്ടുള്ള ഈ ഷാപ്പ് എന്നതിലുപരി ഷാപ്പ് കറികൾക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നിട്ട് ഷാപ്പ് കറികൾ ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ. അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പണ്ടത്തെ ആ ഒരു കള്ള് ഷാപ്പിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ മാറിക്കഴിഞ്ഞു എന്ന്. ഇപ്പൊ ദാ ഇവിടെ AC റൂമൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട്. പണ്ടത്തെ ആ ഒരു കുടുസുമുറി മുഖച്ചായ എന്നൊക്കെ മാറി ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റും വെളിച്ചവും ഒക്കെ കടക്കാവുന്ന രീതിയിൽ ഫാമിലി അടക്കം വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഇവിടെ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് മുള കൊണ്ട് ഇങ്ങനെ ക്യാബിൻ പോലെ തീർത്തിട്ട് അതിൽ നമ്പറൊക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ കണ്ടു. ഇപ്പോൾ കുറച്ച് കറികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം മേടിച്ചിട്ട് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തതുകൊണ്ട് ഞാൻ എഴുതി മേടിച്ചേക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കാട, ചെമ്മീൻ, ഞണ്ട്, മട്ടൻ്റെ ലിവർ, കക്ക, നാടൻ ചിക്കൻ, കപ്പ, കാടമുട്ട. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതേ വയറിൽ കഴിക്കും, 3 ആളല്ലേ ഉള്ളൂ. പക്ഷേ ചൈനീസ് ഫുഡ് അടക്കം ഒരുപാട് ഐറ്റംസ് നോക്കിയേ. ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ഞാൻ വീഡിയോയിൽ ഞാൻ ചേർക്കാം, ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇപ്പം എത്തും. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത സമയം കൊണ്ട് കാശിനാഥൻ അവൻ്റെ മെയിൻ ഐറ്റം കണ്ടുപിടിച്ചു. അതായത് ഐസ്ക്രീം. അത് ഞാൻ കണ്ടേ ഇല്ല എന്നുള്ളതാണ്. അവൻ പോയി കണ്ടുപിടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കുക തുടങ്ങിയ ആൾ. ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. കപ്പ, കാടപ്പൈ, അപ്പോൾ നമ്മുടെ കക്കിറച്ചി വന്നിട്ടുണ്ട്, ചെമ്മീൻ വന്നിട്ടുണ്ട്, മട്ടൻ്റെ ലിവർ വന്നിട്ടുണ്ട്, ഇത് കാട ഫ്രൈ, കപ്പ, നാടൻ കോഴി, പിന്നെ നമ്മുടെ ഞണ്ട്, കാടമുട്ട ഫ്രൈ എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞത് എന്താ ടേസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. മട്ടൻ്റെ ലിവർ നോക്കാം. ഈ മട്ടൺ ലിവറിൻ്റെ കൂടെ ഒരു സവാള കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ചെമ്മീൻ നോക്കാം കേട്ടോ. എരിവൊക്കെ കറക്റ്റ്, അടിപൊളി. കശിക്കണോ? കക്ക ഒന്നും പറയാനില്ല. അത് കഴിക്കാൻ പോണം. നാടൻ ചിക്കൻ, അടിപൊളി. അപ്പൊ പിന്നെ സ്ഥിരം കഴിക്കണ കാരണം പ്രത്യേകിച്ചൊന്നും പറയണില്ല. കാട ഫ്രൈ ലാസ്റ്റ് കഴിക്കാം. ചെമ്മീൻ നോക്കട്ടെ. ചെമ്മീനല്ലടാ, തെറ്റിപ്പോയി. ഇതെല്ലാം അവിടെ കണ്ടപ്പോളേ ഞണ്ടാണ്. ഞണ്ടൊക്കെ കഴിക്കാൻ കുറച്ച് വശം വേണം.
കാശിക്ക് വേണോ? കറക്റ്റ് എരിവ് എല്ലാം പാകത്തിന് അടിപൊളി. ആ മുട്ട കഴിച്ചോ. കാടമുട്ട ഇത് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ 1-2 സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല. ഇവിടെ എല്ലായിടത്തും കിട്ടാണ്ട് കാടമുട്ട ഫ്രൈ. ഒന്നും പറയാനില്ല, അസാധ്യം. കാശി എങ്ങനെയുണ്ട്? കാശി എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടമായ കാശിക്ക്? കാശി എന്താ കഴിക്കണേ? കാശിനാഥൻ കാടമുട്ട ഫ്രൈ ആണ് കഴിക്കുന്നത് കേട്ടോ. പ്രത്യേക ടേസ്റ്റ് അല്ലേ? നമ്മൾ വീട്ടിലുണ്ടാക്കണേക്കാളും ഒരു നല്ലൊരു അല്ലേ? ഓവർ മസാലയില്ല, മസാല കുത്തില്ല. അതെ അതെ, ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് മനസ്സിലാവണില്ല. കാശി സൂപ്പറാ. കാശിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ കാശി കോൺസെൻട്രേഷൻ കൊടുത്തോണ്ട് കാടമുട്ടയിലാണ്. എങ്ങനെയുണ്ട് കപ്പയും ഞണ്ട് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നിക്കണതേ കുത്തില്ല ഒന്നിൻ്റെയും അല്ലേ? മസാല കുത്തുകളൊന്നുമില്ല, കറക്റ്റാണ്. എല്ലാം ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞണ്ട് മാത്രം എനിക്ക് സമാധാനമായിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ബാക്കിയൊക്കെ ഏകദേശം തീർന്നു. പിന്നെ എന്താ, കക്കയൊക്കെ അടിപൊളിയിട്ടാ. കുറേ നാളുകൾക്ക് ശേഷം അടിപൊളി ഷാപ്പ് കറി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ കൂടുതൽ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്കിന്നൊന്നും പറയാനുള്ള മൂഡില്ല, കഴിക്കാൻ മാത്രമുള്ള മൂഡുള്ളൂ. അപ്പം കഴിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കഴിക്കണമെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചാലും കഴിക്കാം. കാരണം ഓരോന്ന് ആസ്വദിച്ചാലും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ തൃശ്ശൂർ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് പോകണം. ഇവിടെ നിന്ന് വന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. വന്നില്ലെങ്കിൽ എപ്പോഴും നഷ്ടം സംഭവിക്കാം. കാരണം ഇങ്ങനെ ഒരു സംഭവം അറിയാണ്ട് പോകും. ഒന്നാമത്തെ ഇവിടുത്തെ മൊത്തത്തിൽ കാലാവസ്ഥ, കാരണം ഇത് കള്ള് ഷാപ്പാണെന്ന് തോന്നണില്ല, അതാണ് മെയിൻ കാര്യം. പിന്നെ കറികൾ അസാധ്യം അടിപൊളി. പിന്നെ നമുക്ക് ഫാമിലികൾക്ക്, അതായത് ഇപ്പോൾ ലേഡീസിനായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ നല്ല രീതിയിൽ വന്ന് കഴിക്കാം. കാരണം ഒരു അനാവശ്യ സൗണ്ടുകളും കാര്യങ്ങളും, അതായത് കള്ള് ഷാപ്പിൻ്റെതായിട്ടൊരു ഫീൽ ഇല്ല എന്ന് വേണം പറയാൻ. അടിപൊളി, എല്ലാം കൊണ്ട് അടിപൊളി, നല്ല ആംബിയൻസും കറികളും. ഞങ്ങൾ കുറച്ച് കറികൾ മേടിച്ചിട്ടുള്ളൂ, ഒരുപാടുണ്ട് ഇവിടെ. ഇത് കഴിച്ചിട്ട് വയറുണ്ടെങ്കിൽ മേടിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് തൃപ്പേക്കുളം കള്ള് ഷാപ്പിൻ്റെ വിശേഷങ്ങൾ. ഇത് കറക്റ്റ് ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്ങല്ലൂർ കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പൂർ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുള്ളിലേക്കാണ്. അവിടെ വെച്ചാലും പറഞ്ഞുതരും തൃപ്പേക്കുളം കള്ള് ഷാപ്പ്. തൃപ്പേക്കുളം പാലസ് എന്നാണ് പേര്. അപ്പോൾ മസ്റ്റായിട്ടും അത് വന്ന് പോകണം. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.